ദീപാവലി സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ രതീഷേ? രതീഷ് ഒന്നും മിണ്ടണില്ല അല്ലേ രതീഷേ? എങ്ങനെ ഇത് നമ്മള് കലക്കുമല്ലേ? പൊളിക്കും. അതിനാണ് നാരങ്ങ അടുക്കള കൂട്ടുന്നുണ്ട്. അളിയ ചിക്കൻ ഇവിടെ പാത്രം വാങ്ങിച്ചോ നിങ്ങള്? ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചില്ല രാവിലെ പാത്രം ഏടാ പട്ടി എടുത്തോണ്ട് അതാ വന്നു. നന്നൻകുഴിയിലെ വെടി ഇത് സംഭവം അവർക്ക് അങ്ങനെ വെട്ട അറിഞ്ഞു പരിപാടി. ഇന്ന് നമ്മൾ ഒരു അൽഫാം ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? അവന്റെ പേരെന്താണ്? മറ്റേ രതീഷ് അല്ലേ? രതീഷ് ചെസ്റ്റ് പീസ് ഇതാണ് പ്രോട്ടീൻ കൂടുതലുള്ള അല്ലേ? റോസേ അല്ലേ? രതീഷ് അല്ലേ? രതീഷ് എങ്ങനെ ഇത് നമ്മള് കലക്കുമല്ലേ? പൊളിക്കും. വാച്ചാണ് മെയിൻ. യൂണിഫോം ഇറങ്ങിക്കാണ് രണ്ടുപേരും. അപ്പം സെറ്റ് ആകാം. പറഞ്ഞു കേട്ടോ ലക്ഷ്മണ അല്ലേ? ചെസ്റ്റിന്റെ പീസ് എടുക്കുക, കാലെടുക്കുക. അല്ലെങ്കിൽ ബൂസ്റ്റിന്റെ പൊടി എടുത്തോളൂ. ആ ഒരു മറ്റേ ഇതിന്റെ പുതിനല്ലേ ഇവിടെ വെക്കാണ്. അവിടെ പോടാ സുഖം പിടിച്ച കഴുത്തിന് പിടിച്ചിട്ട് നല്ല മുഖമുണ്ടെന്ന് കഴുത്താണ്. എന്തോ നീയൊക്കെ നോക്കണ എന്റെ ഫോട്ടോ അയച്ചു തന്നടാ. എടാ പോണ്ട അടുത്ത പടക്കം എടുക്ക. നല്ല കിട്ടിയണ്ട തലക്കൊക്കെ പുകയൊക്കെ വന്നു കത്തി നിന്ന ആള് മുടി എന്താ പടക്കം കൊണ്ട് എന്റെ ആണി കൊണ്ട് മുറിഞ്ഞു. പടക്കം കൊണ്ടൊന്നുമല്ല മുറിഞ്ഞ, അല്ലാതെ എന്തോ നഖം ആരാ നഖം കൊണ്ട്. ഇത് പടക്കം കൊണ്ട് ഇങ്ങനെ മുറിയില്ല. പുക ചാടി വന്നു. രതീഷിന്റെ ഊക്കളാണ് കൂടെ ഇന്ന്. ഇത് വിനാഗിരി രതീഷ് കട്ട് ചെയ്ത ചിക്കൻ. അത് അതിപ്പോ കഴുത്ത് പോലും കടിച്ചെടുത്തോണ്ട്. നീ എന്തിനാ ഓരോ ഓളിട്ട് അതിന്റെ പോലെ അമ്മ ഇത് ഉള്ളുള്ള എടുത്ത് പെരട്ടി കൊണ്ട വെള്ളം എന്നാ അമ്മ എങ്ങനെ ഇരിക്കണം? വെള്ളമല്ലെന്ന് പറയണ കാര്യം. ഞാൻ നിന്റെ തന്നാ പൈസ നമുക്ക് പടക്കം വാങ്ങിക്കാം. നമ്മള് ചപ്പാത്തി ചുട്ടരി ആന്റി എന്ന് പറഞ്ഞത് ഞാൻ പറയാം. മനു പറഞ്ഞിട്ടാണ് നീ ആ പറഞ്ഞത് ആന്റി ഇത്ര ചുട്ട ധൈര്യമായിട്ട് പറഞ്ഞാൽ നമ്മളെ ബാക്കി ഉണ്ട്. നീ പറയണേ ചുടല്ലേ സ്പോൺസർ ചെയ്താല് അഭിഷേകിന്റെ കൂട്ടുകാർ അഭിനവ്. രതീഷ് എവിടെയാ? രതീഷ് ഇഞ്ചി തകഞ്ഞില്ല. ഇഞ്ചി വാങ്ങും ഗരം മസാല
ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈ കുറച്ച് ഇത് അടിക്കിട്ട് പൊറോട്ട വാങ്ങിച്ചാ നീ പോയി കുറച്ച് പൊറോട്ട വേണ്ടി പൈസ പൊറോട്ട ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ദോശക്ക് ഇനി എപ്പോ ചൂട് ചട്ടുമുണ്ടോ ദോശ ചൂടായി? എടാ ഇവൻ അകത്ത് കൊണ്ട് ചപ്പാത്തി കാണിച്ചു വിട്. നീ എന്താ ചപ്പാത്തി എവിടെ ചുട്ട് എന്തേടാ ചപ്പാത്തി ചുട്ടാ? നീ പോയി നോക്കടേ തള്ള ഇപ്പൊ വേണം വാ. അന്റെ അതല്ല അങ്ങോട്ട് പോ. അവൻ ഫ്രീസറിനാ ഇവിടെ നോക്കടാ. ഓ മോനെ ഇനി വാ വെളിയിൽ പോ. ഇനി എല്ലാരും എടുക്കാൻ തോന്നുന്നു. ഇനി വാ ഇങ്ങോട്ട്. ഒരു ചപ്പാത്തി തരുവോ ഇല്ല? അപ്പൊ അത് എനിക്ക് കൊടുത്താ ഞാൻ നമ്മളിപ്പോ ടേസ്റ്റ് ചെയ്യും. ഇനി നോക്ക് കൊള്ളാം. നിങ്ങൾ നോക്കണ്ട, അവിടെ നമ്മള് നോക്കും. കൊള്ളാം കൊള്ളാം. തൈരുണ്ടോ? മഴയൊന്നും പറഞ്ഞ വെച്ചിരിക്കുക. രതീഷയുടെ പോയിരുന്നു ഒരു വെളുത്തുള്ളി മതിയാ? രണ്ട് വെള്ളത്തിലാണോ എടാ അങ്ങനെ വെളുത്തുള്ളി അതിൽ ഇട്ട് എടാ അവിടെ നില്ല അഴുത്ത് നിൽക്കാം. ഒരു സഹായം ചെയ്യണം. നമ്മളങ്ങനെ എല്ലാ പടക്കം പൊട്ടിച്ചിട്ട് വാങ്ങാൻ പോവുകയാണ് ഗായ്സ്. ഇതുവരെ കണ്ടിട്ടില്ല. വരത്തന്നെ അല്പം ചെയ്യാൻ വേണ്ടി ഇത് ആസാം ഇത് ആസാം കൂട്ടല്ല അവന്റെ. ആസാം കഴിവണ ആ ഒരു രീതി കണ്ടു. ഇവൻ കഴിയത് പ്ലാസ്റ്റിക് ഇതൊക്കെ വെച്ചാണ് ഞാൻ കത്തിച്ചത്. നീ നോക്കിയോ അതിൽ കൊതുമ്പൊക്കെ വാരിയിട്ടിരിക്കുന്നത്. ബനി വേശ കൊണ്ടുണ്ടോ ഊതിക്കൊടു ഇങ്ങോട്ടോ അതെടുത്തിട്ടോ മര്യാദ കത്തിക്കൊണ്ട് അത് കത്തട്ടോ. ചോല്ലേ ചുമ്മാലല്ല അവന് പ്രൈസ് കിട്ടിയത്. അടുത്ത കണ്ട ജില്ലയിൽ പോവല്ലേ മത്സരിക്കും. A few moments later. നീ ഊതല്ലേ 2,000 years later. An eternity later. സച്ചി പറഞ്ഞ തന്നെ ആട്ടാളിയാ കത്തി തീരുമ്പോ രാവിലെ പാല് വാങ്ങാൻ പോകും ആളുകൾ. അത് തന്നെ വെക്കാറ്. രാവിലെ നടക്കാൻ പോണ ആന്റിമാരും അപ്പൂപ്പന്മാരും കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് പറയും നമ്മളിവിടെ കഞ്ചാവ്. എല്ലാരും വളർന്നിരുന്നു ശകലം പെട്രോൾ എടുത്തിട്ട് ആളെ ആരെങ്കിലും സിഗരറ്റ് ലാമ്പില്ലേ കുറച്ച് മണ്ണെണ്ണ കൊണ്ട് മറ്റേ പെട്രോൾ ഊറ്റി കൊണ്ട് തൂതു ഇങ്ങനെ ചെന്നിരിക്കുന്ന ഭാഗത്ത് കൊടി കൊണ്ടുവന്നു. ശ്രീരാമണ്ടാരുടെ നീതി ഒന്ന് വീത്തണ്ട നീ മിണ്ടാരിടാ. അവൻ അറിയാം പറഞ്ഞിടാ 200 രൂപയ്ക്ക് എണ്ണ മാതിരി പൊരിക്കാന്ന്. എണ്ണ ഉണ്ടെങ്കിൽ മൊത്തം കത്തിക്കൊണ്ട് കത്തിക്കായിരുന്നു. ഒരു കൊരാപ്പേട കളിയാ കത്തുകളിയല്ല അല്ലെങ്കിൽ എടേ ആ കമ്പത്തിന്റെ വെടി വരുന്നതിന്റെ അതെടുത്തിട്ട് കത്തും. ഇനി നമുക്ക് അവസരം തരണ്ടേ? സീനിയേഴ്സിന് എന്റെ പിള്ളേക്ക് ഒന്നും കൊടുക്കല്ലേ. കത്താത്തതിന്റെ ഒരു കാരണം പറയട്ടെ, സൈഡിൽ ഇതില്ല ഒന്ന്. ഇത് പരീക്ഷയിൽ 5 കാരണം ഏതാ ഉള്ളത്? നാത്ത് പറഞ്ഞത് പരീക്ഷ ചെയ്യണം. എണ്ണ സമയം എടുക്കും. വെളിച്ചെണ്ണാണ് ഞാൻ പറഞ്ഞത്.
എന്താ ചെയ്യണത്? ബാക്കി ചേട്ടാ ഇതിന്റെ അവിടെ ഇട്. അല്ല ഈ ഒരു ചിരട്ട കത്തിയാലും മതി നമ്മൾ രക്ഷപ്പെട്ടു. ചേട്ടയൊക്കെ പൊട്ടി തെറിക്കും മാറിയില്ലേ സ്വാമി എനിക്കൊരു കാര്യം അറിയണം. ചേട്ടന്റെ കല്യാണം എപ്പോഴും നടക്കുന്ന ഹോമം വേണം. പറ. എത്ര വയസ്സാണ്? വയസ്സ് പറയാക്കൂല. 30 വയസ്സല്ലേ? വയസ്സ് പറയാൻ പറ്റില്ല. അല്ല എനിക്ക് മനസ്സിലറിയാൻ പറ്റുന്നുണ്ട്. കബഡിയൊക്കെ നിർത്തിക്കില്ല. കണക്ക് നോക്കുമ്പോ കണക്ക് നോക്കുമ്പോ ഈ ആണ്ടിലൊന്നും തന്റെ കല്യാണം വരുന്നില്ലല്ലോ. പക്ഷെ ഈ പുള്ളിക്കാരന്റെ ഒന്നും നടക്കും തോന്നുന്നില്ല. ഈ പുള്ളി ഉറങ്ങത്തേ ഉള്ളൂ. പെട്രോൾ തീത്താ ബൈക്ക് വീത്താ ഇത്രയും. എനിക്ക് വീട് വരെ പോയി ഉണ്ടാ പോടാ. എനിക്ക് കത്തി പിടിക്കലേ വീട്ടിൽ പറഞ്ഞു. ഓം പെട്രോൾ ഉണ്ട്. പെട്രോൾ ആ കൈ വെറുതെ അടുത്ത വീടാകും. എന്താ മുഖ്യോടി എന്റെ കൈ വിടരുത്. ഇത്രയും പെർഫെക്ഷൻ ആവശ്യമുണ്ട്. വിളിക്കണ്ട കുത്തൂടാ. പക്ഷെ ഇത് വല്ലാത്ത കുത്തായി. ഇങ്ങനെ കുത്തി ഇറങ്ങാൻ അപ്പുറത്ത് പോകുള്ളൂ. മറ്റേ ഇങ്ങനെ ഇട്ടല്ലേ കുത്തണം കത്തിരി. തിന്നാനല്ല. എന്തിന് പെറോട്ട എന്തിനു വാങ്ങാൻ പോയേ? ഗ്രാവി ഇല്ലടാ. ഇതെടുത്താടേ അങ്ങനെ നിങ്ങൾ കക്കൂ. ഓക്കെ സെറ്റല്ലേ? സെറ്റായല്ല കഴിയടേ കൊണ്ട് പോടേ. ഇത് പിഴയാൻ പറ്റണില്ല. മറ്റേ സാധനം ഉണ്ടെങ്കിൽ